നിങ്ങൾക്കും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാൻ അത്ര പോരാ, അല്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് വലിയ കഴിവുകളൊന്നുമില്ല, ഞാൻ വിചാരിച്ച പോലെ എൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്നില്ല എന്ന് നമ്മളിൽ പലരും ദിവസവും ഇങ്ങനെ തന്നെയാണ് നമ്മളോട് സംസാരിക്കാറുള്ളത് അല്ലേ? പക്ഷെ ഞാൻ ഒരു സത്യം പറയട്ടെ, നിങ്ങളുടെ ജീവിതം പലപ്പോഴും നിങ്ങളുടെ കഴിവുകൾ കൊണ്ടല്ല, നിങ്ങൾ നിങ്ങളോട് പറയുന്ന വാക്കുകൾ കൊണ്ടാണ് മാറുന്നത്. ചെറുപ്പത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ട്രൈ ചെയ്ത സമയത്ത് ആരെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും, നിനക്കിത് പറ്റില്ല, നീ അതിന് പോരാ. എവിടെയെങ്കിലും നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവില്ലേ? ഈ വാക്കുകൾ പതിയെ പതിയെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഫീഡ് ചെയ്യുന്നുണ്ടാവും. അവിടെ നിന്ന് ഒരു നെഗറ്റീവ് വോയിസ് നമ്മൾ പോലും അറിയാതെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. നിനക്ക് പറ്റില്ല, നീ ലക്കിയല്ല എന്നുള്ളതൊക്കെ. അത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കാരണം നമ്മളത് വിശ്വസിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഇതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? സൈക്കോളജി പരമായി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം റിപ്പീറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അത് റിപ്പീറ്റ് ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നമ്മളത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിൻ അത് വിശ്വസിക്കും, ഇതാണ് റിയാലിറ്റി എന്ന് ബ്രെയിന് തോന്നുന്നുണ്ടാവും. നിങ്ങൾ ദിവസവും നെഗറ്റീവാണ് നിങ്ങളെ പറ്റി പറയുന്നതെങ്കിൽ അത് ബ്രെയിൻ റിയാലിറ്റി ആക്കി മാറ്റിത്തരും. നമ്മൾ പറയുന്ന വാക്കുകൾ വളരെയധികം സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. എപ്പോഴും നമ്മൾ ഇടിച്ചു താഴ്ത്തി സ്വയം കുറവുകൾ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അത് മാത്രമേ വരികയുള്ളൂ. അത് മാനിഫെസ്റ്റ് ആയി വരും, റിയാലിറ്റി ആയി മാറും. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ സംസാരിക്കുമ്പോൾ പോസിറ്റീവായിട്ട് സംസാരിക്കാൻ ശ്രമിക്കണം. ഞാൻ അത്ര പോരാ എന്ന് വേറൊരാൾ പറയുമ്പോൾ നിങ്ങൾ അത് ഉൾക്കൊള്ളുകയല്ല വേണ്ടത്. പകരം എനിക്കുള്ള കഴിവുകൾ എനിക്കറിയാമെന്നും അതിനെ ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ എനിക്ക് കഴിയുമെന്നും സ്വയം പറയാൻ നമുക്ക് സാധിക്കണം. നെഗറ്റീവിന് പകരം പോസിറ്റീവ് പറഞ്ഞു തുടങ്ങുമ്പോൾ പതിയെ പതിയെ സബ് കോൺഷ്യസ് മൈൻഡ് അത് കേൾക്കുകയും ആ ബ്രെയിൻ, നമ്മൾ ഇപ്പോൾ ഫോം ചെയ്തു വെച്ചിരിക്കുന്ന ബ്രെയിൻ മാറിയിട്ട് അത് പോസിറ്റീവായിട്ട് മാറുന്നതായിട്ട് നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഒരു 3 അഫർമേഷനാണ് നമുക്ക് നമ്മുടെ കണ്ണാടിയുടെ മുന്നിൽ, നമ്മുടെ മിററില്ലേ, മിററിന്റെ മുന്നിൽ നിന്ന് പറയാവുന്നതാണ്. ആരും കേൾക്കാതെ നമുക്ക് മാത്രം കേൾക്കുന്ന ഒരു ഉച്ചത്തിൽ സംസാരിച്ചാൽ മതി. അല്ലാതെ അതിന്റെ മുന്നിൽ പോയി അലറി വിളിച്ച് പറയണമെന്നല്ല. പക്ഷെ നമുക്ക് കേൾക്കുന്ന രീതി മാത്രം പറയുകയാണ്. ഈ 3 കാര്യങ്ങളാണ് പറയേണ്ടത്. ഫസ്റ്റ് വൺ ഈസ് ഐ ക്യാൻ ഡു ഇറ്റ്. എനിക്ക് അവസരങ്ങൾ വരുന്നു, എൻ്റെ ജീവിതം ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ടൈം ഇത് പറയുമ്പോൾ പിറ്റേ ദിവസം മുതൽ നിങ്ങൾ പോസിറ്റീവ് ആകും എന്നല്ല ഞാൻ പറയുന്നത്. ഫസ്റ്റ് ടൈം പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അത് ശ്രദ്ധിക്കുന്നുണ്ടാവും. പതിയെ പതിയെ ഇത് വിശ്വസിച്ച് തുടങ്ങും. ഇത് പറയുന്ന സമയത്ത് നമുക്ക് ഒട്ടും വിശ്വാസം ഇല്ലാതെ പറയരുത്, വിശ്വസിച്ച് തന്നെ വേണം പറയാൻ. നമ്മളൊക്കെ മനസ്സിൽ തോന്നും, അയ്യോ ഇത് എനിക്ക് നടക്കത്തില്ലെന്ന് എനിക്കറിയാലോ, പിന്നെ എന്തിനാണ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് എന്നൊക്കെ തോന്നും. പക്ഷെ അത് കാര്യമാക്കണ്ട, നിങ്ങളത് കണ്ടിന്യൂ ചെയ്ത് നോക്കുക. ഒരു 21 ഡേയ്സ് കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇതൊന്ന് പറഞ്ഞു നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മൈൻഡ് സെറ്റ് മാറുമ്പോൾ ആക്ഷൻസ് മാറും. ആക്ഷൻസ് മാറുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, ലൈഫ് മാറിക്കോളും. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെ ആകണം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറി ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എഴുതി തുടങ്ങും. നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറമായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ കോൺസെപ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.